മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റിൽ അവലോകന യോഗം ചേർന്നു. കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാക്കുന്നതിനും മറ്റ് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനുമായാണ് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. തണ്ണീർമുക്കം, തോട്ടപ്പള്ളി എന്നിവിടങ്ങളിലെ ഷട്ടറുകൾ ആവശ്യമുള്ള ഘട്ടത്തിൽ നിയന്ത്രിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നീരൊഴുക്ക് തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഓരുമുട്ടുകൾ അടിയന്തരമായി നീക്കം ചെയ്യുന്നതിനും തീരസംരക്ഷണത്തിനുള്ള കടൽഭിത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിലാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അതീവ പ്രാധാന്യത്തോടെ നടത്തണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. പാലങ്ങൾക്കടിയിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി വെള്ളപ്പൊക്കമുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ കൃത്യമായ ഇടവേളകളിൽ മാലിന്യം നീക്കം ചെയ്യും. മഴക്കാലത്തുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനായി കെട്ടിടങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം. സ്കൂളുകളുടെ ഫിറ്റ്നസ് പരിശോധനകൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. താലൂക്കുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനാവുന്ന കെട്ടിടങ്ങൾ കണ്ടെത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയെ അറിയിക്കാൻ യോഗം നിർദ്ദേശിച്ചു. വൈദ്യുതി, സിവിൽ സപ്ലൈസ്, ടൂറിസം, PWD, ആരോഗ്യം, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, വാട്ടർ അതോറിറ്റി, ഫിഷറീസ് തുടങ്ങിയ വകുപ്പുകൾക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ജില്ലയിലെ മുഴുവൻ തോടുകളിലെയും ആറുകളിലെയും തടസ്സങ്ങൾ നീക്കി നീരൊഴുക്ക് സുഗമമാക്കാൻ ജലസേചന വകുപ്പിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കാലവർഷത്തിനു മുന്നോടിയായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ആരംഭിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. സബ് കളക്ടർ സമീർ കിഷൻ, ADM വിനോദ് രാജ്, ദുരന്ത നിവാരണ ഡെപ്യൂട്ടി കളക്ടർ S സന്തോഷ് കുമാർ, വിവിധ വകുപ്പ് മേധാവികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ് സർവീസ് സഹകരണ സംഘങ്ങളെന്ന് കുട്ടനാട് MLA തോമസ് കെ തോമസ്. സഹകരണ സംഘങ്ങൾ നിലനിൽക്കുക എന്നത് നാടിൻ്റെ ആവശ്യമാണെന്നും MLA പറഞ്ഞു. നാട്ടിൻപുറത്തുകാരുടെ ആവശ്യങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ സർവീസ് സഹകരണ സംഘങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യമെന്നും MLA ചൂണ്ടിക്കാട്ടി. വിവിധ കേരള ബാങ്ക് ശാഖകളുടെ ആഭിമുഖ്യത്തിൽ നെടുമുടി പൊങ്ങയിൽ നടത്തിയ കസ്റ്റമേഴ്സ് മീറ്റ് 2024 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നമുക്കറിയാം, കേരള ബാങ്ക് എന്ന് പറയുന്നത് എല്ലാ സഹകരണ ബാങ്കും കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണല്ലോ കേരള ബാങ്ക് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ചേന്നങ്കേരി സഹകരണ സംഘമാണ് എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ 1967-68. ഈ കൂട്ടത്തിൽ എത്ര പേര് ആ സമയത്ത് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ആ കാലഘട്ടങ്ങളിൽ എല്ലാ മനുഷ്യർക്കും ആശ്വാസകരമായ ഒരു പ്രവർത്തനമാണ് സഹകരണ സംഘങ്ങൾ നടത്തുന്നത്. സർവീസ് സൊസൈറ്റി അല്ലെ സഹകരണ സംഘങ്ങൾ എന്ന് പറയും. കാരണം നമ്മുടെ വീട്ടിൽ തേങ്ങ ഇട്ടുകൊണ്ട് പോകുന്നവരാണ്, നമുക്ക് വളം തരുന്നവരാണ്, വിത്ത് തരുന്നവരാണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്ന സഹകരണ സംഘങ്ങളാണ്. അപ്പോൾ ഒരു വലിയ ബന്ധം സഹകരണ സംഘവുമായിട്ട് നമുക്കുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാലും സഹകരണ സംഘം എന്ന് മലയാളത്തിൽ പറഞ്ഞാലും രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം ഈ സഹകരണ സംഘങ്ങൾ വലുതായി ഇന്നത് കേരള ബാങ്കായിട്ട് മാറി. അപ്പോൾ ഇവിടുത്തെ അധ്യക്ഷൻ പറഞ്ഞു 68,000 കോടി. സത്യത്തിൽ ഞാൻ പിടിച്ചു പോയത് കേട്ടോ. കഴിഞ്ഞപ്പോൾ പൊങ്ങ ജ്യോതി ജംഗ്ഷനിൽ 21 നമ്പർ SNDP ശാഖ ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ കേരള ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം P ഗാനകുമാർ അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ റീജിയണൽ ഓഫീസ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ K ചന്ദ്രശേഖരൻ നായർ ബാങ്കിൻ്റെ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള വിവരണം നൽകി. FLC ആൻഡോ കുര്യൻ ഫൈനാൻഷ്യൽ ലിറ്ററസി ക്ലാസ് നയിച്ചു. നെടുമുടി ശാഖാ മാനേജർ അഹമ്മദ് കുഞ്ഞ് ആശാൻ, കേരള ബാങ്ക് കുട്ടനാട് ഇൻസ്പെക്ടർ കുമാരി പ്രീത, പ്രശസ്ത മജീഷ്യൻ മനു മങ്കൊമ്പ് തുടങ്ങിയവർ സംസാരിച്ചു. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രശസ്തരായവർക്ക് ചടങ്ങിൽ ബാങ്കിൻ്റെ പാസ്ബുക്ക് വിതരണം ചെയ്തു. കേരള ബാങ്ക് നെടുമുടി, പുളിങ്കുന്ന്, ചമ്പക്കുളം, കാവാലം എന്നീ ശാഖകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. ആധാരമെഴുത്ത് അസോസിയേഷൻ 24ാം സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കും. പരിപാടികൾ മെയ് 9 മുതൽ 11 വരെ. മെയ് 9 വ്യാഴാഴ്ച രാവിലെ 9:15 ആൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് KG ഇന്ദു കലാധരൻ പതാക ഉയർത്തുന്നതോടെ 24ാം സംസ്ഥാന സമ്മേളനം ആരംഭിക്കും. വൈകിട്ട് 3:30 ആലപ്പുഴ ടൗൺ ഹാളിൽ നിന്നും പ്രകടനം ആരംഭിച്ച് നഗരം ചുറ്റി ടൗൺ ഹാളിൽ സമാപിക്കും. വൈകിട്ട് 5 ആരംഭിക്കുന്ന പൊതുസമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി P പ്രസാദ്, PP ചിത്തരഞ്ജൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, AKDW ആൻഡ് SA ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. 2 വർഷം കൂടുമ്പോഴാണ് സംസ്ഥാന സമ്മേളനം വരുന്നത്. അങ്ങനെ 48ാം വർഷത്തെ 24ാം സംസ്ഥാന സമ്മേളനം ഈ ആലപ്പുഴ നഗരത്തിൽ വെച്ച് നടക്കുകയാണ്. 9, 10, 11 തീയതികളിൽ വ്യത്യസ്തമായ പരിപാടികളോട് എല്ലാവർക്കും ആ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെയും കൂടി കാര്യങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് നടക്കുന്നത്.
അപ്പോൾ ഞങ്ങളുടെ തൊഴിലിന് വളരെ ആശങ്ക നിലനിൽക്കുകയാണ്. അതൊക്കെ സർക്കാർ അനുഭാവപൂർവ്വം ഞങ്ങളോട് സഹകരിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് കേരളത്തിലെ ആധാരമെഴുത്തുകാർക്കുള്ളത്. രണ്ടാം ദിവസമായ വെള്ളിയാഴ്ച രാവിലെ പുന്നപ്ര ഗ്രിഗോറിയൻ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജനും ഉച്ചകഴിഞ്ഞ് 2-ന് ആരംഭിക്കുന്ന പ്രതിനിധി സമ്മേളനം രമേശ് ചെന്നിത്തല MLAയും ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 5-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം മുൻമന്ത്രി ജി സുധാകരനും ശനിയാഴ്ച നടക്കുന്ന ട്രേഡ് യൂണിയൻ സമ്മേളനം മന്ത്രി സജി ചെറിയാനും ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന 24-ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന 9, 10, 11 തീയതികളിൽ കുട്ടനാട്ടിലെ പുളുങ്ങുന്ന സബ് രജിസ്ട്രാർ ഓഫീസിന്റെ പരിധിയിലുള്ള ആധാരമെഴുത്ത് സ്ഥാപനങ്ങൾക്കുൾപ്പെടെ അവധിയായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് ആൻഡ് വർക്കേഴ്സ് സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധം തുടരുന്നു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ കഞ്ഞിവെച്ച് പ്രതിഷേധ സമരം നടത്തി. തുടർച്ചയായി 8-ാം ദിവസവും ടെസ്റ്റ് മുടങ്ങി. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് PJ കുര്യൻ കഞ്ഞിവയ്പ് സമരം ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 1/2 കോടിയോളം വന്നിരിക്കുന്ന ഈ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിന് അപേക്ഷിച്ചിരിക്കുന്ന അഭ്യസ്ത വിദ്യരോ അല്ലാത്തവരോ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു വസ്തുതയാണ്. ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അഭ്യസ്തവിദ്യരായ യുവജനങ്ങൾ ഒരു PSC എഴുതി ഒരു ജോലി കിട്ടാൻ സാധ്യതയില്ലാത്ത നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് സ്വയം തൊഴിൽ കണ്ടെത്താനും ഒന്നുകിൽ ഈ സംസ്ഥാനത്തോ അതല്ലെങ്കിൽ നമ്മുടെ അയൽ സംസ്ഥാനത്തോ അതുമല്ലെങ്കിൽ വിദേശത്തോ പോയി ജോലി തേടാൻ സഹായിക്കുന്ന ഒരു ചെറിയ ഡ്രൈവിംഗ് പരിശീലന കോഴ്സ് പോലും പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിയാതെ ഈ ജനങ്ങളെ ഇത്രയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് സർക്കാരിന് ഒരു ഇടതുപക്ഷ മുന്നണി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല. ഞാനും ഈ ഇടതുപക്ഷ മുന്നണി ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ട കാലം മുതൽ അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുക ഇപ്പോഴും അതിൻ്റെ ഭാഗമായി തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ഒരു സജീവ പ്രവർത്തനം കൂടിയായ എനിക്ക് വളരെ ഖേദകരമെന്ന് ഈ സംഭവത്തെക്കുറിച്ച് വിശേഷിപ്പിക്കാനുണ്ട്. സംസ്ഥാന സർക്കാരും നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും ആണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഇതിന്റെ ഭാഗമായി ചേർന്ന യോഗത്തിൽ മഷൂർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് BS അഫ്സൽ, CITU മേഖലാ സെക്രട്ടറി KN നവാബ്, ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ജില്ലാ ട്രഷറർ അൻസാരി ചമ്മാരപ്പള്ളി, നേതാക്കളായ ബിന്ദു തോമസ്, ഷേർലി, ME അഫ്സൽ, റഫീഖ്, മനോഹരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കണ്ടെത്തുകയും പിഴ ഈടാക്കുന്നതിന് നോട്ടീസ് നൽകുകയും ചെയ്തു. തോണ്ടൻകുളങ്ങര വാർഡിൽ കുബാബ റെസ്റ്റോറൻറ്റിലെ അടുക്കളയും പരിസരവും മാലിന്യം നിറഞ്ഞ അവസ്ഥയിൽ കണ്ടെത്തി. പാത്രങ്ങൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കഴുകുന്നതായും STP സംവിധാനം പ്രവർത്തനരഹിതമായിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതായും പരിശോധനയിൽ ബോധ്യപ്പെട്ടു. അടുക്കളയും പരിസരവും പുകയും മാറാലയും നിറഞ്ഞ രീതിയിലാണ്. തൊഴിലാളികൾ മാസ്ക്, ആപ്രോൺ എന്നിവ ഉപയോഗിച്ചിരുന്നില്ല. ഭക്ഷണ അവശിഷ്ടങ്ങളും പ്ലാസ്റ്റിക്കും തരംതിരിക്കാതെ സൂക്ഷിക്കുന്നതായും കണ്ടെത്തി. അടുക്കളയിൽ പാത്രങ്ങളിൽ നിറച്ചു വച്ചിരുന്ന വെള്ളം മലിനമായിരുന്നെന്നും പരിശോധനയിൽ കണ്ടെത്തി. തോണ്ടംകുളങ്ങര വാർഡിൽ ജലീലിന്റെ ഉടമസ്ഥതയിലുള്ള വെജിറ്റബിൾ ഷോപ്പ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതായും റോഡിലേക്ക് ഇറക്കി അനധികൃത തട്ട് നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്നതായും കണ്ടെത്തി. അഴുകിയ പഴവർഗ്ഗങ്ങളും ഈ കടയിൽ നിന്നും പിടിച്ചെടുത്തു. ചെമ്മോത്തുവെളിയിൽ ഇക്ബാലിന്റെ ഉടമസ്ഥതയിലുള്ള ഇറച്ചിക്കടയിൽ അലക്ഷ്യമായി പാഴ്വസ്തുക്കൾ നിക്ഷേപിച്ചിരിക്കുന്നതായി കണ്ടെത്തി. പരിസരമാകെ വൃത്തിഹീനമായ സാഹചര്യത്തിലുമായിരുന്നു. മുറിച്ച മാംസത്തിൽ ഈച്ചകളുടെ സാന്നിധ്യവും പരിശോധനയിൽ കണ്ടെത്തി. 3 സ്ഥാപനങ്ങൾക്കും പിഴ ചുമത്തുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനും അധികൃതർ നോട്ടീസ് നൽകി. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്യാംകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ PHIമാരായ സാലിൻ, ജസീന എന്നിവരും പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് MA റഷീദിന്റെ അധ്യക്ഷതയിൽ കോട്ടയത്ത് ന്യൂനപക്ഷ സമുദായ സംഘടനകളുടെ യോഗം ചേർന്നു. ന്യൂനപക്ഷ കമ്മീഷന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ നടത്തുന്ന സെമിനാറിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു യോഗം. കളക്ട്രേറ്റ് വിഭജിക ഹാളിൽ ചേർന്ന യോഗത്തിൽ ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങളായ A സൈഫുദ്ദീൻ, P റോസ, ഡെപ്യൂട്ടി കളക്ടർ സജികുമാർ, ജില്ലയിലെ വിവിധ മതന്യൂനപക്ഷ സംഘടനകളുടെ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജില്ലയിലെ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ ബോധവൽക്കരണം സൃഷ്ടിക്കുക, സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ വഴി ന്യൂനപക്ഷ സമുദായ അംഗങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളെയും ആനുകൂല്യങ്ങളെയും പറ്റി ബോധവൽക്കരണം ഒരുക്കുക, കേരള നോളജ് എക്കോണമി മിഷന്റെ പ്രവർത്തനങ്ങളെയും തൊഴിലവസരങ്ങളെയും പറ്റി ബോധവൽക്കരണം സൃഷ്ടിച്ച് രജിസ്ട്രേഷന് സൗകര്യമൊരുക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് സെമിനാർ സംഘടിപ്പിക്കുന്നത്. 9 ജില്ലകളിൽ സെമിനാർ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു.
സെമിനാർ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് സംഘടനാ പ്രതിനിധികളായ ടോം ജോസഫ് ചെയർമാനും റഫീഖ് അഹമ്മദ് സഖാഫി ജനറൽ കൺവീനറുമായ കമ്മിറ്റിയും യോഗത്തിൽ രൂപീകരിച്ചു. TV തോമസ്, SA ഷംസുദ്ദീൻ, അബ്ദുൾ മജീദ് എന്നിവർ കൺവീനർമാരും അജി എബ്രഹാം, നാസർ മൗലവി എന്നിവർ വൈസ് ചെയർമാൻമാരുമാണ്. ഡെപ്യൂട്ടി കളക്ടർ സജികുമാറാണ് കോർഡിനേറ്റർ. ഗ്രാമീണ ടൂറിസത്തിന് സാധ്യതകളുമായി തൃക്കുടിത്താനം ആഞ്ഞിലിവേലിക്കുളം പ്രദേശം. നവീകരണം പൂർത്തിയാക്കിയ കുളത്തിനു പുറമെ നേരേക്കടവ് തോടും നവീകരിച്ച് ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്ന ആവശ്യമാണ് ഇവിടെ നിന്നും ഉയരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്നു ആഞ്ഞിലിവേലിക്കുളം. പിന്നീട് ഹരിത കേരളം മിഷൻ പദ്ധതി പ്രകാരം നവീകരിച്ച് 2020 കുളം നാടിന് സമർപ്പിച്ചത്. പടവുകളും ഗ്രില്ലുകളും ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കി. കുളത്തിൽ മീൻ വളർത്തലും ഇപ്പോൾ നടക്കുന്നുണ്ട്. കുളത്തിൻ്റെ വീണ്ടെടുപ്പോടെ പ്രദേശത്ത് ജലദൗർലഭ്യത്തിന് പരിഹാരമായിട്ടുണ്ട്. ടൂറിസം സാധ്യത കണക്കിലെടുക്കുമ്പോൾ കുളത്തിന് സമീപമുള്ള നേരേക്കടവ് ആഞ്ഞിലിവേലിക്കുളം തോടിനും വലിയ പ്രാധാന്യമാണുള്ളത്. റോഡ്, റെയിൽ ഗതാഗത സൗകര്യങ്ങൾ എത്തുന്നതിന് മുൻപ് ഈ തോട് വലിയ തിരക്കുള്ള ഒരു സഞ്ചാരമാർഗമായിരുന്നു. വലിയ കെട്ടുവള്ളങ്ങൾ എത്തിയിരുന്ന വിപുലമായ കടവാണ് ഇവിടെ ഉണ്ടായിരുന്നത്. നെല്ല്, കൊപ്ര, കയർ നിർമ്മാണത്തിനായി തൊണ്ട് എന്നിവയെല്ലാം ഇവിടെ നിന്ന് കെട്ടുവള്ളത്തിൽ കയറിപ്പോകുമായിരുന്നു. ലായിക്കാട്, റെയിൽവേ, AC റോഡ് എന്നീ ഭാഗങ്ങൾ ബന്ധിപ്പിച്ചായിരുന്നു തോടിൻ്റെ ഒഴുക്ക്. ഇപ്പോൾ തോടാകെ പോളയും പുല്ലും നിറഞ്ഞ് ഒഴുക്ക് നിലച്ച അവസ്ഥയിലായി. തോടിൻ്റെ കൈവഴികൾ വീണ്ടെടുക്കുകയും തോട്ടിലെ ചെളി കോരി ആഴം കൂട്ടുകയും പരിസരങ്ങൾ വൃത്തിയാക്കുകയും ചെയ്താൽ ഇവിടെ ടൂറിസം സാധ്യതകൾ തെളിയുകയായി. തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയും പെഡൽ ബോട്ട് സർവീസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. മീൻപിടുത്തം, വിശ്രമ ഇടങ്ങൾ ഇതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കണം. ആഞ്ഞിലിവേലിക്കുളത്തിന് സമീപമുള്ള ഇരിപ്പിടങ്ങൾ കാടുപിടിച്ച നിലയിലും സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ച നിലയിലുമാണ്. ഇതൊക്കെ മാറ്റി സ്ഥാപിക്കണം. സാമൂഹ്യവിരുദ്ധരെ പിടികൂടുന്നതിനായി CCTV ക്യാമറകൾ കൂടി സ്ഥാപിച്ചാൽ തൃക്കുടിത്താനം ആഞ്ഞിലിവേലിക്കുളം ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമമായി മാറും. SNDP യോഗം 244 നമ്പർ പുന്നപ്പുറ പടിഞ്ഞാറ് ശാഖ ഗുരുധർമ്മ പ്രചരണ സഭയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠ നടത്തി. വർക്കല ശിവഗിരി മഠം സ്വാമി ബ്രഹ്മശ്രീ ശിവസ്വരൂപാനന്ദ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനം H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ജീവിക്കുന്ന കേരളത്തിൽ ഗുരുദേവന്റെ വെളിച്ചം എത്രമാത്രമാണ് എന്ന കാര്യം നമുക്കെല്ലാം പൊതുവറിയാം. അത് ഗുരുദേവ ദർശനത്തെ കുറിച്ചും ചരിത്രത്തെ കുറിച്ചുമെല്ലാം വായിക്കുന്ന പഠിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർക്കോ ജാതി വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം ആകർഷിച്ചാൽ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർക്ക് മനുഷ്യൻ എന്ന നിലയിലുണ്ട്. എങ്ങനെയെല്ലാം നമ്മൾ മനുഷ്യർ മാറണം, എത്രമാത്രം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ജീവിതത്തിൽ മനുഷ്യത്തിന് അംശങ്ങൾ ഉണ്ടാകണം എന്ന കൃത്യമായ പാഠം നമ്മുടെ സമൂഹത്തിലേക്ക് പകർന്നു വെച്ച് കടന്നുപോയതുകൊണ്ടാണ് ഗുരുദേവനെ യുഗപ്രഭാവൻ എന്ന് വിളിക്കുന്നത്. ആ ഒരു ജീവചരിത്രമായി നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയുന്നത് അത്രമാത്രം നൈഷണികമായൊരു ഭാവമാണ്. അങ്ങനെ ചരിത്രമെല്ലാം വിശദീകരിച്ച് പറയേണ്ടതായിട്ട്. ചടങ്ങിൽ ഗുരുധർമ്മ പ്രചരണ സഭാ പ്രസിഡന്റ് K. ഗോപി അധ്യക്ഷനായി. SNDP അമ്പലപ്പുഴ യൂണിയൻ പ്രസിഡന്റ് P. ഹരിദാസ് ഗുരുമന്ദിര സമർപ്പണവും യൂണിയൻ സെക്രട്ടറി KN പ്രേമാനന്ദൻ ഗുരുദേവ വിഗ്രഹ സമർപ്പണവും 244 നമ്പർ ശാഖാ ചെയർമാൻ KM രവീന്ദ്രൻ നടപ്പന്തൽ സമർപ്പണവും നടത്തി. ശാഖാ കൺവീനർ KP പ്രദീപ് കുമാർ, 245 നമ്പർ ശാഖാ സെക്രട്ടറി ഷാജി ഭാസ്കരൻ, അറവുകാട് ക്ഷേത്രയോഗം പ്രസിഡന്റ് S. കിഷോർ കുമാർ, D. സുരേഷ്, D. അഖിലാനന്ദൻ, അബ്ദുൾ റഷീദ്, UKD വിദ്യാലയം പ്രിൻസിപ്പാൾ D. ഉണ്ണികൃഷ്ണൻ, ബ്രദർ മാത്യു ആൽബിൻ, ഗുരുധർമ്മ പ്രചരണ സഭ സെക്രട്ടറി P. ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. എടത്തുവ തകഴി സംസ്ഥാന പാതയിൽ KSRTC ബസ്സിനടിയിൽപ്പെട്ട് സ്കൂട്ടർ യാത്രക്കാർക്ക് ഗുരുതര പരിക്ക്. പൊടിയാടി പെരിങ്ങര സ്വദേശികളായ സോമൻ, മോഹനൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. എടത്തുവ തകഴി സംസ്ഥാന പാതയിൽ കേളമംഗലം പറത്തറ പാലത്തിന് സമീപം ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ സ്കൂട്ടർ യാത്രക്കാർ തെറിച്ച് റോഡിൽ തലയിടിച്ചു വീണു. ബസ്സിനടിയിൽപ്പെട്ട സ്കൂട്ടർ 200 മീറ്ററോളം നിരങ്ങി നീങ്ങിയാണ് നിന്നത്. നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഇരുവരെയും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മോഹനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. സോമൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. KSRTC ബസ് എതിർദിശയിലേക്ക് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ചേർത്തല ഡിപ്പോയുടെ ബസ് തിരുവല്ല ഭാഗത്തേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ സ്കൂട്ടർ യാത്രക്കാർ തകഴി തടിമില്ലിൽ ജോലിക്ക് പോവുകയായിരുന്നു. സോപാന സംഗീത മഹോത്സവത്തിന് സോപാന സംഗീത പരിക്രമം എന്ന പേരിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടക്കമായി.
4 ദിവസം കൊണ്ട് 10 പ്രമുഖ ക്ഷേത്രങ്ങളിൽ സോപാന സംഗീതം അവതരിപ്പിച്ചുള്ള യാത്രയാണ് സോപാന സംഗീത പരിക്രമം. ബഹ്റിനിലെ പ്രശസ്ത വാദ്യകലാ പരിശീലന കേന്ദ്രമായ ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘമാണ് സോപാന സംഗീത പരിക്രമം സംഘടിപ്പിക്കുന്നത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 18 പ്രവാസികളായ സോപാന ഗായകരാണ് സംഘത്തിലുള്ളത്. ബഹ്റിൻ സോപാനം വാദ്യകലാ സംഘത്തിലെ ഗുരു മേള കലാരത്നം സന്തോഷ് കൈലാസാണ് പുതുമയേറിയ ഈ സംഗീത പര്യടനത്തിന് നേതൃത്വം നൽകുന്നത്. ബുധനാഴ്ച രാവിലെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച സോപാന പരിക്രമം ഈ മാസം 11 വൈകിട്ട് 6 തൃപ്പൂണിത്തുറ പൂർണ്ണത്രയേശ്വരി ക്ഷേത്രത്തിൽ സമാപിക്കും. സോപാന സംഗീത ഗുരു സോപാന സംഗീതരത്നം അമ്പലപ്പുഴ വിജയകുമാറിൻ്റെ മാർഗോപദേശത്തിലാണ് സോപാന സംഗീത പരിക്രമം നടക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഇത്രയധികം കലാകാരന്മാരെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ഒരു ഗുരുനാഥനാണ് ശ്രീ സന്തോഷ് കൈലാസ്. അവിടെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഇന്നിവിടെ തുടങ്ങുന്നത് സോപാന സംഗീത യാത്രയാണ്. അതിന് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെയും പ്രാപ്തരാക്കിയത് അമ്പലപ്പുഴ സ്വദേശി ശ്രീ വിജയകുമാറാണ്. നിരവധി വർഷങ്ങളായിട്ട് ബഹ്റിനിൽ പോയിട്ട് ഈ വാദ്യകലാ സംഘത്തിൻ്റെ വാർഷികത്തിനും മറ്റു പരിപാടികൾക്കും പങ്കെടുത്ത ഒരു അനുഭവമുള്ള കലാകാരൻ കൂടിയാണ് ഞാൻ. ഈ സോപാന സംഗീതം ഇന്ന് ഇവിടെ കൊണ്ടു നടക്കുന്നതിൽ മിക്ക പേരും, പ്രത്യേകിച്ചും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കലാകാരികൾ അവരെല്ലാം മേളം കൂടി അഭ്യസിച്ച്, അത് പഞ്ചാരിയും പാണ്ടിയും കൂടി അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തിയവരാണ് എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഒരുപക്ഷെ ലോകത്ത് നിൽക്കുന്ന ഏത് മലയാളിയെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു വിഷയമാണ്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറമെ ഇവിടെ സൂചിപ്പിച്ചു ഇത്രയധികം കലാകാരന്മാരെ അവിടെ കൃത്യമായിട്ട് പഠിപ്പിച്ച് ഉണ്ടാക്കി കൊണ്ടു നടക്കാൻ ഉള്ള സന്തോഷിന്റെ കഴിവും. ചേരാവള്ളിക്കണ്ടം ഓമനയമ്മ, കുട്ടമംഗലം ഗോപാലകൃഷ്ണ പണിക്കർ, ചെമ്പുംപുറം കൃഷ്ണൻകുട്ടി പണിക്കർ, സോപാനരത്നം അമ്പലപ്പുഴ വിജയകുമാർ, അമ്പലപ്പുഴ മധു, ഊരമന രാജേന്ദ്ര മാരാർ, തൃക്കാമ്പുറം ജയദേവ മാരാർ, തിരുമറയൂർ ഗിരിജൻ മാരാർ എന്നീ സോപാന സംഗീതാചാര്യന്മാരെ ആദരിച്ചുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത്. ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ വാദ്യകലാ വേദിയാണ് ബഹ്റൈൻ സോപാന വാദ്യകലാ സംഘം. പ്രവാസ ലോകത്ത് ജീവിതം കെട്ടിപ്പടുക്കുന്നതിനിടയിൽ കലാസ്വപ്നങ്ങളും സർഗശേഷിയും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ മലയാളികളെ സഹായിക്കുന്ന സംഘടനയാണ് ബഹ്റൈൻ സോപാനം വാദ്യകലാ സംഘമെന്ന് സന്തോഷ് കൈലാസ് പറഞ്ഞു. നീലക്കുറിഞ്ഞി വൈവിധ്യ പഠനോത്സവത്തിന്റെ ഭാഗമായി അമ്പലപ്പുഴ ബ്ലോക്ക് തല മെഗാ ക്യൂസ് മത്സരം സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ബ്ലോക്ക്, ആലപ്പുഴ മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നായി 33ഓളം വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുത്തു. അമ്പലപ്പുഴ KK കുഞ്ചുപിള്ള ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ക്യൂസ് മത്സരത്തിലെ വിജയികൾക്ക് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് അംഗങ്ങളായ അപർണ സുരേഷ്, മനോജ് കുമാർ, ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ ജയാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നവകേരളം കർമ്മ പദ്ധതി, ഹരിത കേരളം മിഷൻ എന്നിവയുടെ സഹകരണത്തോടെ ജൈവ വൈവിധ്യ വിജ്ഞാന കേന്ദ്രമാണ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചത്. അമ്പലപ്പുഴ കോമന പടിഞ്ഞാറ് 3715 നമ്പർ SNDP ശാഖയുടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ ദിവസം നടത്തി. വനിതാ സംഘം പ്രസിഡന്റ് CP ശാന്തമ്മ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ശാരീരികമായിട്ട് അസുഖങ്ങളില്ലാത്ത ഒരാൾ പോലും ഇന്നില്ല. അപ്പം നമുക്ക് അതിൽ നിന്നെല്ലാം റിലാക്സ് ചെയ്യാൻ, മാനസികമായിട്ട് പ്രശ്നങ്ങളില്ലാത്ത ഒരു വീടുകളും ഇല്ല, ഒരു വ്യക്തികളും ഇല്ല. അതിൽ നിന്നെല്ലാം നമുക്ക് റിലാക്സ് ചെയ്യാൻ ഈ 2 മാസം നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. അങ്ങനെ അതായത് ശാരദോത്സവം പരിപാടി യൂണിയൻ ഇട്ടിരിക്കുന്ന പരിപാടിയാണ്. 40 ശാഖയിൽ 38 ശാഖകളിലും അതെല്ലാം ബില്ലിംഗ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് പിന്മാറരുത് എന്നും കൂടെ ഒരു റിക്വസ്റ്റാണ്. നമ്മളെ സംബന്ധിച്ച് ഗുരു എല്ലാം തരും, നമുക്കെല്ലാം സാധ്യമാകും എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. വനിതാ സംഘക്കാരോടാണ് എനിക്ക് പ്രത്യേകിച്ചും പറയാനുള്ളത്. നമ്മൾ വിചാരിച്ചാൽ ഈ പ്രവർത്തനങ്ങളും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒരു വശത്ത് കിടക്കുമെങ്കിലും നമുക്ക് നമ്മുടെ കുട്ടികളെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നും കൂടെ നിങ്ങൾ ഓരോ അമ്മമാരും ചിന്തിക്കണം. ഇന്നത്തെ പ്രത്യേകതകളെക്കുറിച്ച് ഒന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണം. ശാഖായോഗം പ്രസിഡന്റ് N മോഹൻദാസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു.
ഉമേഷ് കൊപ്പാറ മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി PV വിജയൻ, ജലജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പുതിയ പ്രസിഡന്റായി P ദിലീപിനെയും വൈസ് പ്രസിഡന്റായി K ബാബുക്കുട്ടനെയും സെക്രട്ടറിയായി V ഉത്തമനെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6605 രൂപ, പവന് 52,840 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.